അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പുണ്യമേറിയ ഒരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം. ദുഹാ നിസ്കാരം പതിവാക്കുന്നവരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. ഭാഗ്യവാന്മാർക്ക് മാത്രം പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് കൊടുക്കുന്ന ഒരു നമസ്കാരമാണ് ദുഹാ. ദുഹാ നമസ്കാരത്തിനെ കുറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് ദുഹാ നിസ്കരിച്ച ഉടനെ ചൊല്ലേണ്ട ഒരു 100 തവണ ചൊല്ലേണ്ട ഒരു ഇസ്തിഗ്ഫാറുണ്ട്. അത് നാം ചൊല്ലുകയാണെങ്കിൽ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഇതിനെക്കുറിച്ച് പറയുമായിരുന്നു. ദുഹാ നിസ്കാരം എന്നുള്ളത് സുബഹി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം. ഇത് ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്തും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സ്വല്ല ദുഹാ അർബാൻ, ഒരാൾ 4 റക്അത്ത് ദുഹാ നിസ്കാരം പതിവാക്കിയാൽ ബനല്ലാഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല അവനൊരു വീട് നൽകുമെന്നാണ്. സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് നൽകുമെന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുമെന്ന് ഉറപ്പല്ലേ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതല്ലാതെ അള്ളാഹു നരകത്തിലേക്ക് അയച്ച് സ്വർഗത്തിൽ ഒരു വീട് നൽകി അതിൻ്റെ വാടക മാസമാകുമ്പോൾ നരകത്തിലേക്ക് അയക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. സ്വർഗത്തിലേക്ക് പോകും, സ്വർഗത്തിലൊരു മനോഹരമായ വീടും ലഭിക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ മഹത്വമുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ 360 ജോയിൻറ്റുകളുണ്ട്. ഇതിന് ഓരോന്നിനും സ്വതക്ക ചെയ്യണം. ഇതിനോരോന്നിനും സ്വതക്ക അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അലാ കുല്ലി സുലാമിൻ, എല്ലാത്തിനും സ്വതക്കയുണ്ട്. എന്നാൽ വയുജ്സി മിൻ ദാലിക റക്അത്തൻ മിൻ ദുഹാ, ദുഹയിൽ നിന്നിട്ട് ഒരു 2 റക്അത്ത് നമസ്കരിച്ചാൽ അതിനെല്ലാം ഇത് മതിയാകുമെന്നാണ്. അത്രയ്ക്കും മനോഹരമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ദുഹാ നമസ്കാരം. അത് നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം. വലിയ പുണ്യമാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല നൽകുന്നത്. ദുഹാ നിസ്കാരം നമുക്ക് എല്ലാവർക്കും അത് നിത്യമാക്കണമെങ്കിൽ പ്രത്യേകമായ അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം എന്നാണ്. എല്ലാവർക്കും ഇത് നമസ്കരിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നിസ്കരിക്കാനുള്ള പ്രത്യേകമായ ഒരു സന്മനസ് അള്ളാഹു കൊടുക്കുമെന്നാണ്. ഒരു ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് എല്ലാവർക്കും പതിവാക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു തൗഫീക്ക്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പതിവാക്കുമായിരുന്നു. ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമുക്ക് സാധിക്കും. ഒന്നിങ്ങനെ നിസ്കരിച്ച് തുടങ്ങാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് പരിഹാരമാണ്. ഈ നിസ്കരിക്കുന്നവൻ ഇപ്പോൾ രാവിലെ ഒരാൾ ഇത് നമസ്കരിച്ചാൽ വൈകുന്നേരം അവർക്ക് സംരക്ഷണം നൽകപ്പെടുമെന്നാണ്. നിസ്കരിക്കുന്നവർക്ക് എല്ലാത്തിൽ നിന്നും പൈശാചിക ഷർറിൽ നിന്ന് എല്ലാ ഷർറുകളിൽ നിന്നും അവർക്ക് സംരക്ഷണം നൽകുമെന്നാണ്. ഏതാണ് ആ ദിക്ർ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹാ നമസ്കരിച്ചു. അതിൻ്റെ ശേഷം 100 തവണ ഈ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു എന്ന് ഹദീസിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം. അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. വളരെ നമുക്ക് മനഃപ്പാഠം പഠിക്കാനൊക്കെ പറ്റുന്ന മനോഹരമായ ഒരു ദിക്റാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. അതിൻ്റെ അർത്ഥം അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹ് എനിക്ക് പൊരുത്തതാ അല്ലാഹ്, വതുബ് അലയ്യ, അള്ളാഹുവിൻ്റെ തൗബ സ്വീകരിക്കുക റഹ്മാനെ, ഇന്നക അൻത തവ്വാബുർ റഹീം, കൂടുതൽ പൊറുക്കുന്നവനും ഈ കരുണ ചെയ്യുന്നവനുമാണ് എന്നുള്ള അർത്ഥമാണ്. നോക്കൂ, ഈ തൗബയുടെ ഇസ്തിഗ്ഫാർ, തൗബ ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. പരിപൂർണമായി അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നുള്ളത് നാം ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ ഖേദം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഒന്ന്. അള്ളാഹുവിനോട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പരിപൂർണമായി ഇനി മുതൽ അത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല റബ്ബേ എന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയുക. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ് അത്തരക്കാരെ. തൗബ ചെയ്യുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. തൗബ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ, തിന്മകൾ സ്വാഭാവികമാണ്. തിന്മകൾ വന്നു പോകും. വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കൂ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹലക്തു, ഞാൻ നശിഞ്ഞുപോയി നബി, അത്രക്കും തിന്മ ചെയ്തവനാണ് എന്ന് പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയല്ലേ, അല്ലാഹുമ്മ ഗ്ഫിറതുക ഔസു മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി എന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യരാകുമ്പോൾ തിന്മകൾ വന്നു പോകുന്നത് സ്വാഭാവികമാണ്. തിന്മകൾ വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ ഗ്ഫിർലി വതുബ് അലയ്യ
ഇന്നക അൻത തവ്വാബുർ റഹീം. മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിക്കൊണ്ടിരുന്ന ഒരു ഇസ്തിഗ്ഫാറാണ് ഇത്. നമ്മുടെ സർവ്വഭാവങ്ങൾ പൊറുക്കാനും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ മതി. ഇസ്തിഗ്ഫാർ അങ്ങനെയാണ്. നമ്മുടെ എല്ലാം പ്രയാസങ്ങൾക്ക് ഇസ്തിഗ്ഫാർ പരിഹാരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സങ്കടമുള്ളവർ, വിഷമമുള്ളവർ, ദുഃഖമുള്ളവർ ഇതങ്ങ് പറയുമ്പോഴേക്കും അവരുടെ ദുഃഖങ്ങൾ മാറിയിരിക്കും, അവരുടെ പ്രയാസങ്ങൾ മാറിയിരിക്കും. മനസ്സിന് വല്ലാത്ത സമാധാനവും സന്തോഷവും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. ഒന്ന് പറഞ്ഞു നോക്കി ഇസ്തിഗ്ഫാർ പറയുമ്പോൾ കിട്ടുന്ന മനസ്സിനുള്ള സമാധാനം. നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന സമാധാനം മാത്രമല്ല, നമുക്ക് പ്രശ്നങ്ങളുമായി പലരും വന്നപ്പോൾ അല്ലേ മഹാരഥന്മാരൊക്കെ പലരും നിർദ്ദേശിച്ചതെന്നാണ് ഇസ്തിഗ്ഫാർ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അടുക്കൽ ഒരാൾ മക്കളില്ല എന്ന് വന്ന് പറഞ്ഞു, ഒരാൾ കൃഷിയിൽ വല്ലാത്ത നഷ്ടമാണ്, കച്ചവടത്തിൽ വല്ലാത്ത പ്രയാസമാണ്. അവരൊക്കെ എല്ലാവരോടും പറഞ്ഞെന്താണ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയൂ, ഇസ്തിഗ്ഫാർ പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? കാരണം എല്ലാവർക്കും ഒരേ മരുന്ന് കൊടുത്തത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ്റെ സൂറത്ത് നൂഹിൻ്റെ ആയത്ത് ഓതി കൽപ്പിച്ചു. വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിൻ്റെ ആയത്ത് ഇസ്തിഗ്ഫാർ പറയുന്നവർക്ക് എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമെന്ന് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഇസ്തിഗ്ഫാർ ധാരാളം പറയുക. അള്ളാഹു നമ്മുടെ സർവ്വപാവങ്ങൾ അള്ളാഹു പൊറുത്തു നൽകട്ടെ. അറിഞ്ഞും അറിയാതെ രഹസ്യമായി പരസ്യമായി പലതും എൻ്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യരാകുമ്പോൾ വന്നു പോയിട്ടുണ്ടാകാം. അതെല്ലാം അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ഇനി മുതൽ ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് പറയുക മാത്രമല്ല, പരിപൂർണമായി ആ തെറ്റുകളിൽ നിന്ന് വിരമിക്കണമെന്നുള്ളത് തൗബയുടെ ചില ഷർത്തുകളുണ്ട്. ആ ഷർത്തുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം നാം തൗബ ചെയ്യേണ്ടത്. തീർച്ചയായും അങ്ങനെ തൗബ ചെയ്യുമ്പോഴാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ സ്വീകരിക്കുന്നതും വലിയ സന്തോഷവും മനസ്സിന് സമാധാനവും നമുക്ക് അല്ലാഹു നൽകുന്നത്. അതല്ലാത്ത വലിയ ചെറിയ ചില തൗബകൾ, കാക്ക തൗബ പോലത്തെ തൗബ, ചിലപ്പോൾ നാം തൗബ ചെയ്യും, വീണ്ടും തെറ്റ് ചെയ്യും. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം കൂടും, എന്നാൽ വീണ്ടും തെറ്റ് ചെയ്യുക, ഒരു തെറ്റൊന്ന് പരിപൂർണമായി വിരമിച്ച് നിൽക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സർവ്വതും പൊറുത്തു തരട്ടെ. നമ്മിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാദികൾ, നമ്മുടെ ഉറ്റവർ ഉടയവർ പലരും നമ്മിന്ന് മരണപ്പെട്ടുന്ന ആരുടെ മണ്ണിലാണ്. അവർക്കെല്ലാവർക്കും അല്ലാഹു പൊറുത്തു കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സാധിക്കുന്നത്ര ദുഹാ നിസ്കാരം പതിവാക്കുക. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അവരും ജീവിതത്തിൽ പതിവാക്കിയാൽ അതിൻ്റെ മിസ്ല സവാബ്, അവരുടെ ആ പൂർണ്ണ സവാബ് നമുക്കും അള്ളാഹു നൽകുമെന്നുള്ളതാണ്. എന്നാൽ അവരൊന്നും ഒരു സവാബും അള്ളാഹു കുറക്കുകയില്ല. ഒരു നല്ല വിഷയം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കൽ വലിയ പുണ്യമുണ്ട് എന്നാണ് മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.